അസുരവിത്ത് എന്ന നോവലിൻ്റെ അവസാന ഭാഗമാണ് നിങ്ങളിന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടങ്ങാതെ ദിവസവും കേൾക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. നിവൃത്തിയുണ്ടെങ്കിൽ പള്ളിയിൽ പോകാത്ത ഇച്ചായൻ സ്ട്രോക്ക് വന്നതിന് ശേഷം പിന്നെ ആദ്യമായി അക്കാമ്മയോട് ആവശ്യപ്പെട്ടിട്ട് ഇന്ന് പള്ളിയിൽ വന്നതാണ്. കുർബാന കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം കൂടി ഇരുന്നിട്ട് വരാമെന്ന് പറഞ്ഞിരുന്നതാണ്. ഇത് നേരം കുറേ ആയല്ലോ. മുൻപ് കുറച്ച് സമയം അടുത്തുപോയി നിന്നപ്പോഴും എന്തൊക്കെയോ സംസാരിക്കുന്നത് പോലെ ചുണ്ടുകൾ അനങ്ങുന്നതാണ് കണ്ടത്. ഇത്രകാലവും പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ. ഇനിയെങ്കിലും പ്രാർത്ഥിക്കുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന് തടസ്സമാകണ്ടല്ലോ എന്ന് കണക്കാക്കി അക്കാമ്മ ഇറങ്ങിപ്പോരുകയാണ് ചെയ്തത്. റിൻസിയും സോജനും ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും ചെറിയാച്ചൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. കണ്ടാൽ എന്തു പറയും എന്നതായിരുന്നു അവളുടെ ഭയം. അവളേക്കാൾ ഒരു പടി കൂടി ഭയമാണ് സോജന്. കുറച്ച് സമയമായി കർത്താവ് തമ്പുരാൻ്റെ അടുത്തു നിന്നും ശബ്ദമൊന്നും കേൾക്കാത്തതുകൊണ്ട് ചെറിയാച്ചൻ വീണ്ടും ഒന്നുകൂടി നോക്കി. തമ്പുരാൻ അവിടെ തന്നെ ഉണ്ട്. തന്നോട് ഒരു കാര്യം ആലോചിക്കാൻ പറഞ്ഞിരുന്നല്ലോ. അതിൻ്റെ തീരുമാനം പറയാത്തതുകൊണ്ടായിരിക്കാം അടുത്ത മറുപടി പറയാത്തത്. മിക്കവാറും എന്തെങ്കിലും കൂടെ പറയാൻ കാണും. ഏതായാലും അതിനുള്ള മറുപടി പറഞ്ഞേക്കാം. എന്നിട്ട് ബാക്കി പറയുമായിരിക്കും. അങ്ങ് പറഞ്ഞ കാര്യം ഞാൻ അല്പം ആലോചിക്കട്ടെ. ഇതുവരെ ചെയ്തിട്ടുള്ള ഏതാണ്ട് എല്ലാ കാര്യവും തന്നെ അക്കാമ്മയോടുകൂടി ചോദിക്കാതെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ കാര്യവും അവളോടുകൂടി ചോദിക്കാം. പള്ളിയിൽ നിന്ന് അങ്ങ് തന്നെയല്ലേ പറഞ്ഞത് ഏകമനസ്സായി ജീവിക്കണം എന്ന്? ഞാൻ ഇത്ര കാലവും അങ്ങനെ തന്നെയാണ് ജീവിച്ചത്. ഇനി മരണം വരെയും അങ്ങനെ തന്നെ ആകണമെന്നാണല്ലോ അവിടുത്തെ കൽപ്പന. അതനുസരിച്ച് തന്നെ ഞാൻ സന്തോഷമായി ജീവിച്ചു കൊള്ളാം. അതുപോരെ? നീ പറയുന്നത് അതുപോലെ വിശ്വസിക്കാനല്ലല്ലോ ഞാനിവിടെ ഇരിക്കുന്നത്. നീ അക്കാമ്മയുമായി ആലോചിക്കാറുണ്ട് എന്നുള്ളത് ശരി. പക്ഷേ നിന്റെ തീരുമാനത്തിലേക്ക് കൃത്യമായി അവളെ നിർബന്ധിച്ചു കൊണ്ടുവരികയല്ലേ ഇത്രകാലവും ചെയ്തിരുന്നത്? നിങ്ങൾ ഓരോ തീരുമാനമെടുക്കുമ്പോഴും മനസാക്ഷിയുടെ രൂപത്തിൽ നിങ്ങൾ രണ്ടുപേരിൽ ആരെയെങ്കിലും ഞാൻ കൃത്യമായി ഓർമ്മിപ്പിച്ചിരുന്നതാണ് അതിൻ്റെ വിഷമതകളെല്ലാം. നീ പിന്നെ മനസാക്ഷി പറയുന്നത് കേൾക്കാറേ ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് അക്കാമ്മയോടായിരുന്നു മിക്കവാറും പറഞ്ഞിരുന്നത്. അവൾ കേൾക്കുമായിരുന്നു. എന്നാൽ അവൾ പറയുന്നത് നീ കേൾക്കില്ലല്ലോ. അപ്പോൾ അക്കാമ്മയുടേതായി വന്നിരുന്ന അഭിപ്രായം ഭൂരിപക്ഷവും കർത്താവ് തമ്പുരാൻ്റേത് തന്നെ ആയിരുന്നു അല്ലേ? എനിക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല കർത്താവേ. എൻ്റെ അറിവില്ലായ്മയോ എൻ്റെ അഹങ്കാരമോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഇനിയെങ്കിലും അവൾ പറയുന്ന അഭിപ്രായത്തിനനുസരിച്ച് ഞാൻ ചെയ്തു കൊള്ളാം. ഇനിയും ഇവൻ ഞാൻ പറഞ്ഞ നിർദ്ദേശത്തിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അവരോട് രണ്ടുപേരോടും ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ യാതൊരു കാരണവശാലും നിവർന്ന് നടക്കാൻ പോലും ഇവന് കഴിയുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഒരു കാര്യം ചെയ്യ്. എഴുന്നേറ്റ് പുറത്തേക്ക് പോയിക്കൂ. അക്കാമ്മയും മക്കളും പുറത്ത് നിന്നെ കാത്ത് നിൽക്കുന്നുണ്ട്. നീ എന്താ പറയുകയെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് പള്ളിയുടെ മറുവശത്ത് റിൻസിയും സോജനും നിൽക്കുന്നുണ്ട്. അവർ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. ഇഷ്ടപ്പെട്ട ആളിനോടൊത്ത് ജീവിക്കുക എന്നത് ഒരു തെറ്റല്ല. വിവാഹത്തിന് മുൻപ് യാതൊരു തരത്തിലുള്ള തെറ്റുകളും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. തീർച്ചയായും നിനക്ക് അവരോട് ക്ഷമിക്കാം. അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യാം. അങ്ങ് പറയുന്നത് പോലെ തന്നെ ഞാൻ ചെയ്തു കൊള്ളാം. എന്നാൽ ഞാൻ പോകട്ടെ. എൻ്റെ കൂടെ എപ്പോഴും വേണം. ഞാൻ ഇനി തെറ്റുകളൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നല്ല മകനായി എന്നെയും സ്വീകരിക്കണം. അപ്പോഴേക്കും തന്നെ പള്ളിക്കുള്ളിലേക്ക് ചെറിയാച്ചൻ വിളിക്കുന്നതായി അക്കാമ്മയുടെ മനസ്സിൽ തോന്നി. അവൾ പെട്ടെന്ന് തന്നെ അകത്തേക്ക് ചെന്നപ്പോൾ
ഇരിക്കുന്ന സീറ്റിൽ നിന്നും എഴുന്നേൽക്കാൻ വളരെ വിഷമിക്കുന്ന ചെറിയാച്ചനെയാണ് കണ്ടത്. സ്ട്രോക്ക് വന്നതുപോലും ചെറിയാച്ചന് ശരിക്കും ഓർമ്മയില്ല. റിൻസി പോയ വിവരമറിഞ്ഞ നിമിഷം താങ്ങാൻ കഴിയാതെ വന്നതുകൊണ്ട് ബോധം പോയി താഴെ വീണതാണെന്നാണ് എല്ലാവരും വിചാരിച്ചത്. എന്നാൽ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് അതൊരു സ്ട്രോക്ക് ആയിരുന്നു എന്ന്. തലച്ചോറിലെ ഞരമ്പുകൾ പൊട്ടി തലച്ചോറിനുള്ളിൽ രക്തസ്രാവമുണ്ടായിരുന്നു. വളരെ വേഗം തന്നെ ആശുപത്രിയിലെത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു. മാത്രവുമല്ല, ഉണ്ടാകാമായിരുന്ന ഒരു തളർച്ചയിൽ നിന്നും ശരീരം കുറേയെങ്കിലും രക്ഷപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് ചെറിയാച്ചന് ഇപ്പോൾ അല്പം വിഷമിച്ചാണെങ്കിലും നടക്കാൻ കഴിയുന്നതും. ആരുടെയെങ്കിലും ഒരു കൈ സഹായത്തോടുകൂടിയാണെങ്കിലും പള്ളിക്കുള്ളിലേക്ക് കയറാൻ കഴിയുന്നതും ഒക്കെ. അല്ലായിരുന്നെങ്കിൽ കിടന്ന കിടപ്പായി പോകുമായിരുന്നു. ഇപ്പോഴും ഒരിടത്തിരുന്നാൽ അവിടെ നിന്നും സാധാരണ പോലെ ചാടി എഴുന്നേൽക്കാനൊന്നും കഴിയില്ല. വളരെ കഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ എഴുന്നേൽക്കാൻ കഴിഞ്ഞേക്കാം. മിക്കവാറും മക്കളും അക്കാമ്മയും തന്നെയാണ് ചെറിയാച്ചന് ഒരു കൈ സഹായം ആകുന്നത്. ഞാൻ കുറേയേറെ സമയം ഇതിനുള്ളിൽ ഇരുന്നു പോയി അല്ലേ? ഇത്രകാലവും ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ പെണ്ണേ. അതിനു പകരമായി കുറേയേറെ സമയം കർത്താവ് തമ്പുരാനുമായി സംസാരിച്ചു. കുറേയേറെ നല്ല കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. നീ ഇവിടെ കാത്തുനിന്ന് മടുത്തുവോ? ഇതെന്ത് ചോദ്യമാ നീ? കുറച്ചു സമയം ഇവിടെ നിന്നു എന്ന് വിചാരിച്ച് എനിക്കങ്ങനെ മടുക്കുമോ? അതൊക്കെ ഇച്ചായൻ്റെ ഓരോ തോന്നലല്ലേ. ഇച്ചായനോടൊപ്പം വീട്ടിലെത്തണം. അത് കഴിഞ്ഞാലല്ലാതെ എനിക്കൊരു സമാധാനമാവില്ല എന്നത് ശരിയാണ്. അതിനുവേണ്ടി എത്ര സമയവും ഞാൻ കാത്തു നിൽക്കും. എനിക്ക് ആവതുള്ളിടത്തോളം കാലം. മക്കളെവിടെ? അവർ എന്നെ കാണാൻ മടിച്ചിട്ട് മാറി നിൽക്കുകയായിരിക്കും അല്ലേ? അവരും പള്ളിയിൽ വന്നിട്ടുണ്ടെന്ന് തമ്പുരാൻ പറഞ്ഞല്ലോ എന്നോട്. അവരോട് അങ്ങനെ മാറി നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പോയി പറ. അവരെ വിളിച്ചുകൊണ്ടുവാ. എന്നെ എവിടെയെങ്കിലും ഇരുത്തിയിട്ട് എനിക്കവരെ കാണണം. അവരോട് രണ്ടുപേരോടും മാപ്പ് പറയണം. ഇച്ചായന് ഇതെന്തു പറ്റിയെന്ന് മനസ്സിലാകുന്നില്ലല്ലോ കർത്താവേ. ഇങ്ങോട്ട് വരുമ്പോൾ കടിച്ചു കീറാൻ നിൽക്കുന്ന സിംഹത്തിൻ്റെ സ്വഭാവമായിരുന്നു പ്രകടിപ്പിച്ചിരുന്നത്. എഴുന്നേൽക്കാനായാൽ അവനെ ഇല്ലായ്മ ചെയ്ത് കളയും എന്നൊക്കെയായിരുന്നു പലപ്പോഴും പറഞ്ഞിരുന്നത്. ഇപ്പോൾ പള്ളിയിൽ കയറി പുറത്തിറങ്ങിയപ്പോഴേക്കും സ്വഭാവമാകെ മാറി. ഇനി അതുവല്ല തന്ത്രവുമായിരിക്കുമോ കർത്താവേ? പള്ളിയുടെ മോണ്ടളത്ത് ഇട്ടിരുന്ന ഒരു കസേരയിൽ ചെറിയാച്ചനെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് അക്കാമ്മ റിൻസിയെയും സോജനെയും വിളിക്കാൻ പോയി. വളരെയേറെ സന്തോഷത്തോടെയാണ് അവൾ അതിന് പോയത്. അവരെ അക്കാമ്മ മനസ്സുകൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞതാണ്. എന്നാൽ അവളുടെ ഇച്ചായൻ സ്വീകരിക്കാത്തതുകൊണ്ടാണ് പരസ്യമായി അവരോട് സംസാരിക്കാൻ പോലും മടി കാണിച്ചിരുന്നത്. ഇപ്പോൾ ഇതാ ഇച്ചായൻ പൂർണ്ണ മനസ്സോടെ അവരെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു. ഇതിൽ പരം സന്തോഷം തനിക്ക് എന്തുണ്ടാകാനാണ്? പള്ളിയുടെ മറുവശത്ത് നിന്നിരുന്ന റിൻസിയെയും സോജനെയും അക്കാമ്മ വിളിച്ചു. ഇച്ചായൻ രണ്ടുപേരെയും വിളിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ടും സോജന് വരാൻ മടിയായിരുന്നു. 3 പേരും നടന്നതിൽ ഏറ്റവും പിന്നിലായാണ് സോജൻ നടന്നിരുന്നത്. അവർ അവിടെ നിന്ന് നടന്ന് പള്ളിയുടെ മുൻവശത്ത് ചെറിയാച്ചൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ചാച്ചനെ കണ്ടതേ റിൻസി ഓടി വന്ന് അയാൾക്ക് മുമ്പിൽ മുട്ടുകുത്തി നിന്ന് കെട്ടിപ്പിടിച്ച് ക്ഷമാപണം നടത്തി. അവൾ കുറേയേറെ നേരം കരഞ്ഞു. ചാച്ചൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ കാരണം ചാച്ചന് വല്ലാതെ ബുദ്ധിമുട്ടായി. ഓടിച്ചാടി നടന്നിരുന്ന ചാച്ചൻ ഒരു രോഗിയായി മാറി. അതിൻ്റെ കാരണവും ഞാൻ തന്നെയാണ്. ഞാൻ വല്ലാതെ ആശിച്ചു പോയതുകൊണ്ട് ചേട്ടായിയുടെ കൂടെ പോയി എന്നേ ഉള്ളൂ. ചാച്ചൻ എന്നെങ്കിലും ഞങ്ങളെ അംഗീകരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ കാരണം വന്ന ബുദ്ധിമുട്ടുകൾക്ക് ഞാൻ ഈ കാല് പിടിച്ച് മാപ്പ് ചോദിക്കുന്നു. അവൾ കാല് പിടിക്കാൻ വേണ്ടി മുമ്പോട്ട് കുനിഞ്ഞപ്പോഴേക്കും ചെറിയാച്ചനും കരച്ചിൽ വന്നു. അയാൾ നിറഞ്ഞ കണ്ണുകളോടെ അവളെ പിടിച്ചുയർത്തിക്കൊണ്ട് പറഞ്ഞു,
ഞാൻ നിന്നോട് തെറ്റ് ചെയ്തില്ലേ മോളെ? നിന്റെ ആഗ്രഹങ്ങൾക്കെതിരായി എൻ്റെ ആഗ്രഹം നിന്നിൽ കെട്ടിയേൽപ്പിക്കാൻ ഞാൻ വിചാരിച്ചില്ലേ? എൻ്റെ തീരുമാനങ്ങൾക്കെതിരെ നിന്നെ അന്നു മുതൽ നിന്നെ ഞാൻ അസുരവിത്തായിട്ടാണ് കണക്കാക്കിയിരുന്നത്. കുലം നശിപ്പിക്കാനുണ്ടായ വിത്ത്. ഇന്നെനിക്ക് എൻ്റെ തെറ്റുകളെല്ലാം ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. കാല് പിടിക്കാൻ മാത്രം ചാച്ചന് ഇപ്പോൾ പറ്റാത്തതുകൊണ്ടാണ്. വീണ്ടും അവൾ കരയുകയായിരുന്നു. ചെറിയാച്ചൻ അവളുടെ കണ്ണുനീർ തുടച്ച് അവളോട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. അപ്പോഴും ചെറിയാച്ചൻ ശ്രദ്ധിച്ചിരുന്നത് സോജൻ എവിടെ എന്നായിരുന്നു. ഏറ്റവും പിന്നിലായി വന്ന സോജൻ പള്ളിക്ക് മറഞ്ഞു നിൽക്കുകയായിരുന്നു. മുന്നിലേക്ക് വരാനുള്ള മടി മാത്രമായിരുന്നു കാരണം. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് അയാൾക്ക് അറിയാമെങ്കിൽ പോലും മുതലാളിയുടെ മുന്നിലേക്ക് വരാൻ ഒരു വിഷമം. ഒരാളെ കൂടി കാണാനുണ്ടല്ലോ മോളെ. സോജൻ എവിടെ? അവൻ കൂടി പള്ളിയിൽ വന്നിട്ടുണ്ടെന്ന് എന്നോട് കർത്താവ് തമ്പുരാൻ പറഞ്ഞല്ലോ. പള്ളിയുടെ മറുവശത്തുണ്ടെന്നാണ് പറഞ്ഞത്. നിന്റെ കൂടെ തന്നെ ഇല്ലായിരുന്നോ? എന്നിട്ട് നീ വന്നപ്പോൾ എന്തേ അവൻ വരാത്തത്? അവൻ എന്നെ അറിയാത്ത ആളൊന്നുമല്ലല്ലോ. എന്നിട്ടും അവനെന്താ ഒരു മടി? അവനോട് വരാൻ പറഞ്ഞേ, ഞാൻ കാണട്ടെ. ചെറിയാച്ചൻ വിളിച്ചതോടെ മടിച്ചാണെങ്കിലും സോജൻ മുന്നിലേക്ക് വന്നു. അവൻ്റെ മുഖത്തും സങ്കടഭാവമായിരുന്നു. ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ മറ്റെവിടെയെങ്കിലും പോയി ജീവിച്ചു കൊള്ളാം. ഒരു തരത്തിലും ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കില്ല. ആരും അറിയാത്ത എവിടെയെങ്കിലും പോയി ജീവിച്ചു കൊള്ളാം. ഞങ്ങളെ വെറുക്കാതിരുന്നാൽ മാത്രം മതി. ഞാൻ എന്നും മുതലാളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളാം. കടയിലുണ്ടായിരുന്നപ്പോഴാണ് മുതലാളി. ഇപ്പോൾ നീ എൻ്റെ മരുമകനാണ്. ഒരിക്കൽ അംഗീകരിച്ചില്ലെങ്കിലും ഇപ്പോൾ ഞാൻ നിന്നെ പൂർണ്ണമായും അംഗീകരിക്കുന്നു. മരുമകനായിട്ടല്ല, മകനായി തന്നെയാണ്. എല്ലാ അവകാശങ്ങളും അതേപടി തന്നെ നിനക്ക് തരുന്നുണ്ട്. വീട്ടിൽ ചെല്ലട്ടെ. കുറേ ഉത്തരവാദിത്വങ്ങൾ നിന്നെ ഏൽപ്പിക്കാനുണ്ട്. അതെല്ലാം ചെയ്യാൻ നിന്നെ സഹായിക്കാൻ റിജു വളർന്നു വരുന്നതുവരെയെങ്കിലും സോജൻ തനിയെ എല്ലാത്തിനും ഉണ്ടാവണം. എനിക്കിനി ഒന്നിനും കഴിയില്ല. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പിടികിട്ടിയില്ല. റിൻസി വിളിക്കുന്നത് പോലെ ചാച്ചനെന്ന് വിളിക്കാൻ മനസ്സ് അനുവദിക്കുന്നുമില്ല. ഏതായാലും ഇത്രയും കാര്യം പറഞ്ഞിട്ട് എന്തെങ്കിലും മറുപടി പറയാതിരിക്കുന്നത് എങ്ങനെ? ഉത്തരവാദിത്വങ്ങൾ ഏത് ഏൽപ്പിച്ചാലും ഞാനത് ഭംഗിയായി ചെയ്യുമെന്ന് അറിയാമല്ലോ. ഇത്രയും കാലത്തെ അനുഭവപരിചയമുണ്ടല്ലോ. അതനുസരിച്ച് വിശ്വാസപൂർവം ചെയ്യാം. എൻ്റെ സ്വന്തം മുതൽ പോലെ തന്നെ എന്ത് കാര്യം വേണമെങ്കിലും ഏൽപ്പിക്കാം. പറഞ്ഞാൽ മാത്രം മതി. എനിക്കേതായാലും മകൻ്റെ സ്ഥാനം തന്നല്ലോ. അതിൽ കൂടുതലായി എനിക്കൊന്നും വേണ്ട. വളരെ സന്തോഷമായി. രണ്ടാമത്തെ കുർബാനയ്ക്കുള്ള ആളുകൾ വന്നു തുടങ്ങിയിരുന്നു. ഇവർ വീട്ടിലേക്ക് ചെല്ലാത്തതുകൊണ്ട് റിജു കിട്ടിയ വണ്ടിക്ക് പള്ളിയിലേക്കെത്തി. ചാച്ചന് എന്തെങ്കിലും അസുഖമുണ്ടായോ എന്നാണ് അവൻ വിചാരിച്ചത്. അവനാണ് രണ്ടാമത്തെ കുർബാനയ്ക്കായി ആദ്യം പള്ളിയിലേക്ക് വന്നത്. അവൻ വരുമ്പോൾ ഇവർ 4 പേരും മോണ്ടളത്ത് ഇരിക്കുന്നുണ്ട്. അവൻ ഓടി അവരുടെ അടുത്ത് വന്നു. നിങ്ങൾ വീട്ടിലേക്ക് എത്താത്തതുകൊണ്ട് ഞാൻ പേടിച്ചുപോയി. ഇനി വല്ല അസുഖവുമായി പോയോ എന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്കിനി അസുഖമൊന്നുമില്ലടാ കൊച്ചേ. അസുഖമെല്ലാം മാറി. ഞാൻ നല്ല ഉഷാറായില്ലേ. ഇനിയും ഞാൻ ശക്തൻ തന്നെ. എനിക്ക് ശക്തിയായി ഇപ്പോൾ മക്കൾ 3 പേരാണ്. എല്ലാവരെയും ഞാനൊന്ന് ചേർത്ത് പിടിക്കട്ടെ. അവരെല്ലാവരും ഒരുമിച്ച് ചെറിയാച്ചന് ചുറ്റുമായി നിരന്നു നിന്നു. ചെറിയാച്ചൻ നടുക്ക്, അടുത്ത് അക്കാമ്മ, അക്കാമ്മയുടെ അപ്പുറത്തായി റിൻസി, പിന്നെ സോജൻ, മറുവശത്ത് റിജു. ചെറിയാച്ചൻ നോക്കുമ്പോൾ മോണ്ടളത്തെ ഗ്ലാസിൽ ഇവർ 5 പേരുടെയും ചിത്രം കണ്ണാടിയിലെന്ന പോലെ തെളിഞ്ഞു കാണുന്നു. അയാൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ അതിൻ്റെ പിന്നിലായി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കർത്താവ് തമ്പുരാൻ. അസുരവിത്ത് എന്ന നോവൽ ഇതോടെ അവസാനിക്കുന്നു. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്തപ്പോൾ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കല്ലേ.
കുറവുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യണേ. അടുത്ത നോവലിൻ്റെ 1-ാം ഭാഗം നാളെ മുതൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങും. അതൊരു ക്രൈം സ്റ്റോറിയാണ്. പേര് കൊലയാളി. പ്രസിദ്ധീകരണ സമയത്തിൽ മാറ്റമില്ല. ഉച്ചകഴിഞ്ഞ് 2:30 തന്നെ.